1752 മെയ് 23 ചൊവ്വാഴ്ച. വല്ലാർപാടം സ്വദേശിയായ മീനാക്ഷി എന്ന യുവതി തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂട്ടിനായി മട്ടാഞ്ചേരി പഴയന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോവുകയായിരുന്നു. പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി മറിഞ്ഞു. അമ്മയും കുഞ്ഞും കായലിലേക്ക് വീണു. വല്ലാർപാടത്ത് അമ്മയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മീനാക്ഷി വെള്ളത്തിലേക്ക് വീണത്. അന്നത്തെ പള്ളി വികാരിയായിരുന്ന ഫാദർ മിഗുവൽ കൊറയ്ക്ക് മീനാക്ഷിയെയും കുഞ്ഞിനെയും പറ്റി 2 ദിവസം രാത്രി മാതാവിൻ്റെ ദർശനമുണ്ടായി. പിറ്റേന്ന് പള്ളി വികാരിയും നാട്ടുകാരും ചേർന്ന് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾക്ക് വേണ്ടി കായലിൽ തെരച്ചിൽ നടത്തി. ഒടുവിൽ 2 പേരെയും ജീവനോടെ കിട്ടി. വല്ലാർപാടത്തമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും പള്ളിയും മുറ്റവും അടിച്ച് മീനാക്ഷി അടിമയായി മരണം വരെ പള്ളിയിൽ കഴിഞ്ഞു. പള്ളിയും പള്ളിമുറ്റം അടിച്ചുകൊണ്ടും മീനാക്ഷി ജീവിച്ചതുപോലെ വിശ്വാസികൾ തുടർന്നും നേർച്ചയായും നന്ദിയായും പള്ളിമുറ്റം അടിച്ചു വരുന്നു. നമ്മുടെ ഉള്ളിലെ പാപങ്ങളും തിന്മകളും അടിച്ചു വൃത്തിയാക്കി കുമ്പസാരം മാതാവിന് അടിമ വെക്കാനായി നമുക്ക് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാം. വല്ലാർപാടം പള്ളിയിൽ വന്ന് മാതാവിന് അടിമ വയ്ക്കുന്നവരെ മാതാവ് കാത്തുരക്ഷിക്കും എന്നാണ് ഈ നാട്ടിലുള്ളവരുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതിന് ഇന്ന ദിവസമൊന്നുമില്ല, ഏത് ദിവസവും വരാം. ഞങ്ങളും പോയിരുന്നു. വരുന്നവരൊക്കെ ചൂലെടുത്ത് അവിടെ ചൂലും കെട്ടി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. വരുന്നവർക്ക് ആർക്കും ആ ചൂലെടുത്ത് അവിടെ മാതാവിൻ്റെ പള്ളിമുറ്റം തൂക്കാം. മൊത്തം തൂത്ത് ക്ലിയറാക്കണമെന്നൊന്നുമില്ല, കുറച്ചിങ്ങനെ തൂക്കാം. അത് മീനാക്ഷി അന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ കുഞ്ഞും മീനാക്ഷിയും ജീവനോടെ രക്ഷപ്പെട്ടപ്പോൾ അവൾ മാതാവിന് അടിമയായി ചെയ്ത ഒരു സംഭവമാണ് വല്ലാർപാടത്ത് ഇന്നും പോകുന്നവരൊക്കെ ആ ചൂലെടുത്ത് അവിടെ തൂത്ത് വൃത്തിയാക്കുന്നത്. അപ്പോൾ മീനാക്ഷിയുടെ വിശ്വാസം, മീനാക്ഷി ശരിക്കും ഒരു ഹിന്ദു സ്ത്രീ ആയിരുന്നു. പോയതൊരു ക്ഷേത്രത്തിലേക്കാണെങ്കിലും വിളിച്ചത് മാതാവിനെയാണ്. ആ വിളി മാതാവ് ശരിക്കും കേട്ടു എന്നുള്ളതാണ്. പിന്നെ അവിടെ ഒരു കിണറുണ്ട് കേട്ടോ. ആ കിണറ്റിലെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് അവിടെ ഒരു മാലാഖയുടെ രൂപത്തിലൂടെ പൈപ്പ് കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ മാതാവിനോടുള്ള ഒരു വിശ്വാസവും സ്നേഹവും കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് എങ്ങനെ എന്ത് കിട്ടിയാലും അത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അതിനെ നിരസിക്കുന്നവർക്ക് നിരസിക്കാം. എല്ലാവരും ആ വെള്ളവും വാങ്ങി കുടിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളും വാങ്ങിച്ചു കുടിച്ചു. പിന്നെ അവിടെ കുർബാനയുണ്ട്. മലയാളത്തിൽ കുർബാനയുണ്ട്, ഇംഗ്ലീഷിൽ കുർബാനയുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വൈകുന്നേരവും കുർബാനയുണ്ട്, രാവിലെയും കുർബാനയുണ്ട്. പിന്നെ അവിടെ ആ പള്ളിയുടെ വലതുഭാഗത്തായിട്ട് അച്ഛനിരിപ്പുണ്ട്. അവിടെ അടിമവെപ്പുണ്ട്. പിന്നെ അച്ഛൻ തന്നെ നമുക്ക് കൊണ്ടുചെല്ലുന്ന കുട്ടികളുടെയൊക്കെ തലയിൽ പിടിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ച് വിടുന്നുണ്ട്. അങ്ങനെ പല നേർച്ചകളും നമുക്കവിടെ ചെയ്ത് പോരാവുന്നതാണ്. പിന്നെ മാതാവിനെ വന്ന് കണ്ട് സങ്കടങ്ങളൊക്കെ സമർപ്പിച്ച് മാതാവിൻ്റെ അനുഗ്രഹം തേടി പോകുന്നവരും തേടാൻ വേണ്ടി വരുന്നവരെയൊക്കെ നമുക്കവിടെ കാണാം. വരുന്നവരൊക്കെ ഒരു മടിയും കൂടാതെ ചൂലെടുത്ത് മാതാവിൻ്റെ പരിസരങ്ങളൊക്കെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി ഇടുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും നമ്മുടെ മനസ്സിനൊക്കെ എന്തോ ഒരു പ്രത്യേകതയാണ്.
ദാ ഈ കാണുന്ന ഭാഗത്താണ് അടിമവെപ്പ്. പിന്നെ എല്ലാം ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇതിനെ ശരിക്കും വിമർശിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. അതൊക്കെ പറയുന്നവരും ദൈവമായിട്ട് ഉത്തരിക്കുക. അല്ല നമ്മളെന്ത് പറയാനാണ്? നമ്മളിപ്പോൾ കണ്ടൊരു കാഴ്ച അല്ലെങ്കിൽ കേട്ട് അറിഞ്ഞിട്ടാണല്ലോ നമ്മളോട് എത്തുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞു, നമ്മൾ ചെന്നു, നമ്മൾ കണ്ട കാഴ്ചകൾ അങ്ങനെ തന്നെ വീഡിയോയിൽ ആക്കി പകർത്തി അവിടെ നിന്ന് കിട്ടിയ ഒരു അറിവ് നിങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവിടെ ചെന്നപ്പോൾ മാതാവ് ഇപ്പം ക്രിസ്ത്യാനികളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മാതാവ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ യേശുവിനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ വിളിക്കുന്നത് മാതാവിനെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് മെയ് മാസത്തിൽ മാതാവിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻസ് ഓരോ ക്രിസ്ത്യാനിയും നടത്തുന്ന നമ്മുടെ വണക്കം എന്ന് പറയുന്നത്. വണക്കമാസം, മെയ് മാസത്തെ വണക്കമാസം എന്നാണ് എല്ലാവരും പറയുന്നത് തന്നെ. 1-ാം തീയതി തുടങ്ങി 31-ാം തീയതി വരെ മാതാവിന് വേണ്ടിയിട്ട് കൊന്ത അർപ്പിക്കും. അത് എല്ലാ ജില്ലകളിലും അങ്ങനൊരു സംഭവമുണ്ട്. വണക്കത്തിൻ്റെ മാസമായിട്ട് പരിശുദ്ധമായിട്ട് ആചരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് മാതാവിന് അത്രയും പ്രത്യേകതയുള്ള ഒരാളാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളാണ് പരിശുദ്ധ കന്യാശ്രീ മറിയം. വിശ്വസിക്കുന്നവർക്ക് പോവാം, പ്രാർത്ഥിക്കാം.